അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റബീഉൽ അവ്വൽ 12-ന് ലോക മുസ്ലിങ്ങൾ മുഴുവൻ നബിദിനാഘോഷം ആചരിക്കുകയുണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി മാറ്റുകയുണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ അന്ന് അവധി നൽകിയിട്ടുണ്ടായിരുന്നു. വലിയ ബഹുജന റാലികളും മൗലിദിൻ്റെ സദസ്സുകളുമൊക്കെ നടക്കുകയുണ്ടായി. ഓരോ രാജ്യങ്ങളുടെയും സാഹചര്യത്തിനും ഈ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള നബിദിനാഘോഷങ്ങളും പ്രകീർത്തന സദസ്സുകളുമാണ് വിവിധ രാജ്യങ്ങളിൽ നടക്കുകയുണ്ടായത്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും അത് കണ്ടു. പക്ഷേ ശരീഅത്തിന് വിരുദ്ധമായ ഇസ്ലാം അനുവദിക്കാത്ത മാർഗത്തിലുള്ള ആഭാസങ്ങളും വേണ്ടാത്തരങ്ങളുമൊക്കെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ യഥാർത്ഥ മുസ്ലിം പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്ത നബിദിന പരിപാടികളായിരിക്കില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് അവിടേക്ക് നടന്ന കോപ്രായത്തരങ്ങളും ആഭാസങ്ങളും കാണിച്ചുകൊണ്ട് ഇതാണ് സമസ്തയുടെ കീഴിൽ നടക്കുന്ന നബിദിനാഘോഷ പരിപാടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ പേരിൽ ഇത്തരം ആഭാസങ്ങൾ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. റബീഉൽ അവ്വൽ മാസത്തിലും നബിദിനത്തിലുമൊക്കെ ലോകത്ത് നടക്കുന്ന മുഴുവൻ ആഭാസങ്ങളും വേണ്ടാത്തരങ്ങളും അനിഷ്ട സംഭവങ്ങളുമൊക്കെ സമസ്തയുടെ മേലിൽ കെട്ടിവെക്കാൻ, അതല്ലെങ്കിൽ സുന്നികളുടെ മേലിൽ കെട്ടിവെക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദ് ജമാഅത്ത് പോലത്തെ ബിദഈ കക്ഷികൾ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ പാർട്ടികളൊക്കെ നബിദിനത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. നബിദിനം കാരണമാണ് അത്തരം ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഉണ്ടായതെന്നുള്ള വലിയ രീതിയിലുള്ള കളവുകൾ ഈ നബിദിനത്തിൻ്റെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ബിദഈ കക്ഷികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കുപ്രചരണങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ അവർ സജീവമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നബിദിനാഘോഷം എന്ന് പറയുന്നത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഈ സമസ്തയുണ്ടായതിനു ശേഷമല്ല നബിദിനാഘോഷം തുടങ്ങിയത്. നൂറ്റാണ്ടുകൾക്ക് സമസ്ത രൂപീകരിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ അടക്കം നബിദിനാഘോഷം നടത്തിയിട്ടുണ്ട്. മുജാഹിദിൻ്റെ സ്ഥാപക നേതാക്കളടക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലത്ത് നബിദിനാഘോഷം നടത്തുകയും അതിന് ആഹ്വാനം ചെയ്യുകയുമൊക്കെ ചെയ്ത നിരവധി രേഖകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ഹിജ്റ 566 വഫാത്തായ ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്ഹുൽ മുബീനിൽ ഉദ്ധരിച്ചത് ഇങ്ങനെയാണ്: നബിദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടന്നു വരുന്ന സൽക്കർമ്മങ്ങൾ, സ്വതക്ക, അന്നദാനം, പ്രകീർത്തന സദസ്സുകൾ, അലങ്കാരങ്ങൾ തുടങ്ങിയ സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും നല്ല ബിദഅത്താണെന്നും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാനും മുത്തുനബിയുടെ മഹത്വം മനസ്സിലാക്കാനും അത് കാരണമാവുന്നുണ്ട് എന്ന് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് നൽകിയതിനെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നബിദിനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ ശിഹാബുദ്ദീൻ അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്ഹുൽ മുബീനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നോ അത് ബിദ്അത്താണെന്നോ അതല്ലെങ്കിൽ ആ രീതിയിൽ രേഖപ്പെടുത്തി വെച്ച തൻ്റെ ഉസ്താദ് ഒരു ബിദഈയാണെന്നോ നബവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് നബിദിനാഘോഷം ഇതുപോലെ തന്നെ അന്നദാനവും അലങ്കാരങ്ങളും സ്വതക്കകളും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നബിദിനാഘോഷം അന്നത്തെ കാലത്ത് തന്നെ നിലനിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഇബാറത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ ഈ നബിദിനാഘോഷത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിരവധി ഇമാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവരൊക്കെയും ഈ നബിദിനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഇമാമിങ്ങളെ മുഴുവനും ബിദഈകളാണെന്നോ അതല്ലെങ്കിൽ മുശ്രിക്കുകളാണെന്നോ പറയാൻ ഈ മുജാഹിദോ ജമാഅത്തിനോ സാധിക്കുമോ? മുത്തനബിയും സ്വഹാബത്തും നമുക്ക് മാതൃക കാണിച്ചു തന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടി ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും ആ ഒരു ദിവസം ഭൂരിഭാഗം പണ്ഡിതന്മാരും മുത്തനബി ജനിച്ച റബീഉൽ അവ്വൽ 12-നാണ് എന്ന് അഭിപ്രായപ്പെട്ട ദിവസം തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിലെന്ത് തകരാറാണ് കാണിക്കാൻ സാധിക്കുക? എന്തെങ്കിലും പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ ഈ പറഞ്ഞതിനെ ഒരു ശിർക്കായിട്ടോ ബിദ്അത്തായിട്ടോ ഹറാമായിട്ടോ കാണാൻ സാധിക്കുമോ? കുറേ സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ഏത് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇവർക്ക് ലഭിച്ചത്? ഏത് ഇമാമികളാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിൽ ഏത് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ വിധിവിലക്കുകൾ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതിൽ എന്താണ് ഹറാമ്, എന്താണ് കറാഹത്ത്, എന്താണ് ഷിർക്ക്, എന്താണ് ബിദ്അത്ത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതിൽ
നബിദിനം ഹറാമാണെന്നോ ഷിർക്കാണെന്നോ അല്ലെങ്കിൽ കറാഹത്താണെന്നോ ബിദഅത്താണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാചകം ഏതെങ്കിലും കിതാബുകളിൽ നിന്ന് കാണിക്കാൻ ഈ ബിദഈ കക്ഷികൾക്ക് സാധിക്കുമോ? അതല്ലെങ്കിൽ നബി ദിനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു കർമ്മം, ഒരു പ്രവൃത്തി അത് അനിസ്ലാമികമാണെന്നോ ശരീഅത്ത് വിരുദ്ധമായതാണെന്നോ കാണിക്കാൻ ഈ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾക്ക് സാധിക്കുമോ? പിന്നെ ഇസ്ലാം വിരുദ്ധമാക്കിയ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ, ആഭാസങ്ങൾ, വേണ്ടാത്തരങ്ങളൊക്കെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. അതൊരിക്കലും പണ്ഡിതന്മാരുടെ പിന്തുണയുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തകരുടെ പിന്തുണയുണ്ടായിരിക്കില്ല. അത്തരം ആഭാസങ്ങൾക്ക് മുമ്പിലൊന്നും മുസ്ലിം പണ്ഡിതന്മാരെ നമുക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ല. അത്തരം വേണ്ടാത്തരങ്ങളെയും ആഭാസങ്ങളെയും ഒക്കെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത്തരം ആഭാസങ്ങൾ നടക്കുന്നത് കൊണ്ട് നബിദിനാഘോഷം പാടെ ഒഴിവാക്കണമെന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിന്ന് ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇന്ന് നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളിൽ വേണ്ടാത്തരങ്ങൾ കലർന്നുകൊണ്ട് ആഭാസങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, വിവാഹം എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ലൊരു സുന്നത്താണ്. ഈ വിവാഹങ്ങളിൽ ഇന്ന് നടക്കുന്ന വേണ്ടാത്തരങ്ങളും ആഭാസങ്ങളും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എത്ര വലിയ രീതിയിലുള്ള ആഭാസങ്ങളാണ് ചില കല്യാണങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് കരുതി, ആ ആഭാസങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കരുതി ഈ വിവാഹമേ വേണ്ടാന്ന് വെക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ധൂർത്തും കോപ്രായത്തരങ്ങളും ആഭാസങ്ങളും ഹറാമുകളും കൊണ്ട് സമ്പന്നമാണ് ഇന്നത്തെ പല വിവാഹങ്ങളും. അപ്പോൾ അത്തരത്തിൽ ആഭാസങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇനി മുതൽ വിവാഹം വേണ്ട, നമ്മുടെ നാട്ടിൽ നിക്കാഹുകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഹറാമ് കലർന്നിട്ടുണ്ട്, ആഭാസങ്ങൾ കലർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആഭാസങ്ങളും ഹറാമുകളും കലർന്നു വന്നതുകൊണ്ട് അത്തരം നല്ല പ്രവർത്തികളൊക്കെ ഇനി ഒഴിവാക്കേണ്ടതാണ് എന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും? അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ എന്ത് നന്മയാണ് ഇവിടെ ഉണ്ടാകുക? അതുപോലെ മുജാഹിദ് വിഭാഗങ്ങൾ പറയുന്ന പോലെ ബർത്ത്ഡേ പാർട്ടികളൊന്നും നബിദിനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല. കാരണം നബിദിനം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. ബർത്ത്ഡേ പാർട്ടികൾ ഈ അടുത്ത കാലത്ത്, ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ പാർട്ടികൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് സ്വീകരിച്ചതാണ്. അവരെ അനുകരിച്ചാണ് ഇന്ന് ബർത്ത്ഡേ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യരുടെ സൗകര്യങ്ങളും സമ്പത്തുകളും വർദ്ധിച്ചതോടെ ജീവിതം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യർ ജീവിതം മുഴുവൻ ഇങ്ങനെ പല രീതിയിലുള്ള പാർട്ടികൾ കൊണ്ട് ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ബർത്ത്ഡേ പാർട്ടികൾ ഇങ്ങനെ അധികരിച്ചു വരുന്നത്. ബർത്ത്ഡേ പാർട്ടികൾ മാത്രമല്ല, മറ്റ് പല രീതിയിലുള്ള പാർട്ടികളും ഇന്ന് നമ്മുടെ നാട്ടിൽ അധികരിച്ചു വരുന്നുണ്ട്. മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ വരെ നമ്മുടെ ഈ മുസ്ലിം വിഭാഗം ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഏതെങ്കിലും ഒരു മുസ്ലിം അനാചാരത്തിൽ നിന്നുണ്ടായതല്ല, അതല്ലെങ്കിൽ മുസ്ലിം ആചാരത്തിൽ നിന്നോ അനുഷ്ഠാനത്തിൽ നിന്നോ ഉണ്ടായതല്ല. ഇതൊക്കെ ഈ ജീവിതം ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ഇതൊന്നും സുന്നികളുടെ മേൽ കെട്ടിവെക്കാനോ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ മേൽ കെട്ടിവെക്കാനോ ഒന്നും സാധിക്കുകയില്ല. പിന്നെ ഈ നബിദിനാഘോഷത്തെ എതിർക്കുന്ന മുജാഹിദ് ജമാഅത്ത് പോലത്തെ ബിദഈ കക്ഷികൾ ആശയപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഈ സുന്നികളെ നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കഴിഞ്ഞ നബിദിനം കഴിഞ്ഞ ഉടനെ അവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ കുപ്രചരണങ്ങൾ. അവർ ആശയപരമായിട്ടല്ല നേരിടുന്നത്. എവിടെയെങ്കിലും നടന്ന ആഭാസ പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന അനിഷ്ട സംഭവങ്ങൾ അത് നബിദിനത്തിൻ്റെ പേരിൽ സംഭവിച്ചതാണ് എന്ന രീതിയിലുള്ള കളവ് പ്രചരിപ്പിക്കുന്നതിലാണ് അവർ മുൻപന്തിയിലുള്ളത്. അല്ലാതെ ആശയപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അതല്ലെങ്കിൽ പ്രാമാണികമായിട്ട് ഒരു നിലക്കും അവർക്ക് സംവദിക്കാനോ പിടിച്ചു നിൽക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ സുന്നികളുടെ മേൽ കളവ് പടച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുക, കിതാബുകളിൽ തിരിമറി നടത്തുക, അങ്ങനെ ഈ കഴിഞ്ഞ നബിദിനത്തിനും അതിനുശേഷവുമൊക്കെ നബിദിനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പല ആഭാസ പ്രവർത്തനങ്ങളും അത് നബിദിനത്തിൻ്റെ പേരിലാക്കി മാറ്റാൻ ഇവർ കാണിച്ച ആ ജാഗ്രതയുണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ സത്യത്തിൻ്റെ മാർഗത്തിലല്ല മുന്നോട്ട് പോകുന്നത്. സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തിനും മറ്റൊരു വിഭാഗത്തിൻ്റെ മേൽ കളവുകൾ പടച്ചുണ്ടാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല, അത് പ്രചരിപ്പിക്കാൻ ഒട്ടും സാധിക്കുകയില്ല. ഇപ്പോൾ കോതമംഗലത്ത് ഒരു സമസ്തയുടേതല്ലാത്ത ഒരു പള്ളിയിൽ നടന്ന അടിപിടി എടുത്തു കാണിച്ചുകൊണ്ട് അത് നബിദിനത്തിൻ്റെ പേരിലാണ് എന്ന് ദുഷ്പ്രചരണം നന്നായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. അത് തികച്ചും തെറ്റാണ്. അത് മറ്റു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നടന്ന ആ അടിപിടി നബിദിനത്തിൻ്റെ അന്നായി പോയി എന്നതുകൊണ്ട് അതെങ്ങനെ നബിദിനത്തിൻ്റെ പേരിലിടും? എന്നിട്ടത് നബിദിനം കൊണ്ടുണ്ടായ അടിയാണ് എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാഴ്ച നാം കണ്ടു. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ
ഏതോ സമയത്ത് നടന്ന ഒരു സാംസ്കാരിക ഘോഷയാത്ര, സ്ത്രീകളും കുട്ടികളും എല്ലാവരും വലിയ രീതിയിൽ പങ്കെടുത്ത പല രീതിയിലുള്ള സാംസ്കാരിക പ്രകടനങ്ങളുണ്ടായ ആ ഒരു ഘോഷയാത്രയെ എടുത്തു കാണിച്ചുകൊണ്ട് അത് നബിദിന ഘോഷയാത്രയാണ്, ഈ മുസ്ലിം സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. ഇതൊക്കെ ഇവർ പടച്ചുണ്ടാക്കിയ കളവുകളാണെന്ന് ഈ സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് നിഷ്പ്രയാസം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തി പിന്നീട് ക്ഷമാപണം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് തെളിവുകൾ ലഭിച്ചത്? ഇത്തരം വീഡിയോസ് ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ വരുമ്പോഴേക്കും, അത് ആരെങ്കിലും അയച്ചു തരുമ്പോഴേക്കും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അത് നബിദിനത്തിൻ്റെ പേരിലാക്കി മാറ്റാനുള്ള ഗൂഢശ്രമങ്ങളും എങ്ങനെയാണ് നമുക്ക് അംഗീകരിച്ച് നൽകാനാവുക? ഒരു വിഭാഗത്തെ എതിർക്കാൻ വേണ്ടി മാത്രം ഇത്തരം കളവുകൾ പടച്ചുണ്ടാക്കുമ്പോൾ ആ ഒരു വിഭാഗം സത്യത്തിൻ്റെ മാർഗത്തിലല്ല എന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ ഏത് കുട്ടികൾക്കും സാധിക്കും. ആശയപരമായും പ്രാമാണികമായും ചരിത്രപരമായും ബുദ്ധിപരമായും സുന്നികളെ നേരിടാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചതിയുടെയും വഞ്ചനയുടെയും കളവുകളുടെയും ഒക്കെ വഴി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വഹാബികൾ അടുത്തു നിന്നും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കുപ്രചരണങ്ങളിൽ, അത്തരം ദുഷ്പ്രവർത്തികളിലൊന്നും സാധാരണക്കാരായ നമ്മൾ വീണുപോകാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയും സാങ്കേതിക വിദ്യകളുമൊക്കെ സജീവമായി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം ചതിക്കുഴികൾ മനസ്സിലാക്കി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.